നമസ്കാരം, ഫ്രണ്ട് റോയിലേക്ക് സ്വാഗതം. നമുക്ക് പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഭൂതകാലം, ഭ്രമയുഗം, ഡീസേര തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഹൊറർ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ അനൗൺസ് ചെയ്തു. ചിത്രത്തിന്റെ പേര് ഒടിയൻ. ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. അതുപോലെ മറ്റൊരു വലിയ പ്രത്യേകത പറയാനുള്ളത്, കരൺ ജോഹർ ആദ്യമായി മലയാള സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ ധർമ്മ പ്രൊഡക്ഷൻസും പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഈ സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നു. നിവിൻ പോളിയും മമിത ബൈജു കൂട്ടുകെട്ടിൽ ഒരു പുതിയ സിനിമ വരുന്നു. പ്രേമലു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ സംവിധായകൻ ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ പേര് ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്നാണ്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറിനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സംഗീത സംവിധാനം വിഷ്ണു വിജയ്. സിനിമയുടെ രചന ഗിരീഷ് ഏടിയും കിരൺ ജോസിയും ചേർന്നാണ്. ഈ ചിത്രത്തിൻ്റെതായിട്ട് സോഷ്യൽ മീഡിയ റിലീസായിട്ടുള്ള എല്ലാ പോസ്റ്ററുകൾക്കും വളരെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം ഈ ഗിരീഷ് ഏടി നിവിൻ പോളി കോംബോ പ്രേക്ഷകരെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അമരൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ ചിത്രം. ഈ ചിത്രത്തിൽ നായകനായി എത്തുന്നത് ധനുഷാണ്. ധനുഷിന്റെ 55ാമത്തെ ചിത്രമാണിത്. ഇതിൽ മലയാളികളെ എക്സൈറ്റഡ് ആകുന്ന ഒരു ഫാക്ടർ നമ്മുടെ മമ്മൂക്ക ഇതിലൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതാണ്. ഇതിനു മുൻപ് മമ്മൂക്ക തമിഴിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു സിനിമ പേരൻപായിരുന്നു. ഈ ചിത്രത്തിൽ നായികമാരായിട്ട് എത്തുന്നത് സായ് പല്ലവിയും ശ്രീലീലയുമാണ്. അതുപോലെ ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മ്യൂസിക് സെൻസേഷനായ സായ് അഭയങ്കാറാണ്. മമ്മൂക്കയും ധനുഷും ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ഇത്. ജനപ്രിയ നായകൻ ജയസൂര്യ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടൈറ്റൻസ്. ഈ ചിത്രത്തിൽ വിനായകൻ, ബേബി ജീൻ, നിഹാൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. അനുഗ്രഹീതൻ ആന്റണിക്ക് ശേഷം പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. നേരമ്പോക്ക ബാനറിൽ മിഥുൻ മാനുവൽ തോമസ്, പ്രദീപ് CS, ഇർഷാദ് എം ഹസൻ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ജെയിംസ് സെബാസ്റ്റ്യൻ ആണ്. സംഗീത സംവിധാനം ഡോൺ വിൻസെന്റ്. 2026 ഒക്ടോബറിൽ ഈ ചിത്രം തിയേറ്ററുകളിലെത്തും. കറുപ്പ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നടുപ്പിൻ നായകൻ സൂര്യയുടെ അടുത്ത സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. ഈ സിനിമയിൽ നായികയായിരുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട മമിത ബൈജു ആണ്. ദുൽഖർ സൽമാന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് GV പ്രകാശാണ്. ചിത്രത്തിന്റെ ട്രെയിലറിനും ടീസറിനും വളരെ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 14 ഈ ചിത്രം തിയേറ്ററുകളിൽ. ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.